തായ്ലാൻഡിൽ നിന്നുള്ള മികച്ച 6 സിനിമകൾ. ലിസ്റ്റിലെ ആദ്യ സിനിമ 2017 പുറത്തിറങ്ങിയ ബാഡ് ജീനിയസ്. കോപ്പിയടി, അതായത് എക്സാമിലെ ചീറ്റിംഗ്, അതിനെ വളരെ ത്രില്ലിങ്ങായി അവതരിപ്പിച്ചൊരു സിനിമയാണ് ബാഡ് ജീനിയസ്. വളരെ ബ്രില്യൻ്റായ ഒരു സ്റ്റുഡൻറ്റ് തൻ്റെ ഒരു ഫ്രണ്ടിനെ കോപ്പിയടിക്കാൻ സഹായിക്കുന്നു. അതിനുശേഷം മറ്റു പലരെ സഹായിക്കുന്നതും പിന്നീട് അത് വേറൊരു തരത്തിലെത്തുന്നതുമാണ് ഈ സിനിമയിലെ കഥ. ഈ സിനിമയിലെ ചീറ്റിംഗ് സീക്വൻസസ്, അതിലെ ക്യാമറ മൂവ്മെൻറ്റ്സ് ആയാലും എഡിറ്റിംഗ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം ചേർന്ന് കിട്ടുന്ന ഒരു നല്ല രീതിയിൽ ത്രില്ലിംഗ് ആണ്. ലിസ്റ്റിലെ അടുത്ത സിനിമ 2025 പുറത്തിറങ്ങിയ എ യൂസ്ഫുൾ ഗോസ്റ്റ്. മരിച്ചുപോയൊരു സ്ത്രീയുടെ ആത്മാവ് ഒരു വാക്വം ക്ലീനറിലാവുന്നതും പിന്നീട് ആ വാക്വം ക്ലീനർ ഒരു പ്രേതമായി വരുന്നതുമാണ് ഇതിലെ കഥ. യൂഷ്വൽ പ്രേതങ്ങളെപ്പോലെ ആളെ കൊല്ലാനോ മറ്റുള്ളവരെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ തൻ്റെ പക തീർക്കാനോ അല്ല ഈ പ്രേതം വരുന്നത്, മറിച്ച് തൻ്റെ ഭർത്താവിനെ പരിചരിക്കാൻ വേണ്ടി മാത്രമാണ്. കോമഡി, ഫാൻറ്റസി, സോഷ്യൽ കമൻ്ററി എല്ലാം കൂടെ ചേർത്തുള്ളൊരു യുണീക്ക് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമയിലുള്ളത്. അടുത്ത സിനിമ 2003 പുറത്തിറങ്ങിയ ലാസ്റ്റ് ലൈഫ് ഇൻ ദി യൂണിവേഴ്സ്. വോങ് കാർ വൈ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് കണക്റ്റ് ആകാൻ സാധ്യത കൂടുതലാണ്. വോങ് കാർ വൈ ഡയറക്റ്റ് ചെയ്ത പല സിനിമകളുടെയും സിനിമാറ്റോഗ്രാഫറായ ക്രിസ്റ്റഫർ ഡോയിലാണ് ഈ തായ് സിനിമയുടെ ക്യാമറ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റായ 2 ക്യാരക്ടേഴ്സ്. അവർ തമ്മിലുള്ള ഏക കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ ലോൺലിനെസ് ആണ്. ഇത്തരത്തിലുള്ള 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു സെമി റൊമാൻസ് സ്റ്റോറിയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഈ സിനിമയുടെ പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് അതിലെ വിഷ്വൽസും അറ്റ്മോസ്ഫിയറുമാണ്. ലിസ്റ്റിലെ അടുത്ത സിനിമ 2004 പുറത്തിറങ്ങിയ ഷട്ടർ. ഏഷ്യൻ ഹൊറർ സിനിമകളിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായ ഒരു വർക്കാണ് ഷട്ടർ. പല ഭാഷകളിലായി ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹോളിവുഡ്, ഇന്ത്യയിൽ നിന്നടക്കം ഏകദേശം 3-ലധികം ഭാഷയിൽ ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു റീമേക്കുകൾക്കും ആ ഒറിജിനൽ സിനിമയുടെ ഇമ്പാക്റ്റ് ഇതുവരെ റീക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഫാൻറ്റസി എലമെൻറ്റ്സ് എന്നതിലുപരി ഹ്യൂമൻ നേച്ചറിലുള്ള ഒരു തരം ഹൊററാണ് ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത്. ലിസ്റ്റിലെ അടുത്ത സിനിമ 2024 പുറത്തിറങ്ങിയ ഹൗ ടു മേക്ക് മില്യൺസ് ബിഫോർ ഗ്രാൻഡ്മാ ഡൈസ്. കോളേജ് ഡ്രോപ്പ് ഔട്ടായ ഒരു ചെറുപ്പക്കാരൻ ടെർമിനൽ ക്യാൻസർ ബാധിച്ച തൻ്റെ അമ്മൂമ്മയെ പരിചരിക്കാൻ വരുന്നതാണ് സിനിമ. ഇത് പക്ഷേ അമ്മൂമ്മയോടുള്ള സ്നേഹമോ കടപ്പാടോ കൊണ്ടല്ല, മറിച്ച് അമ്മൂമ്മയുടെ പേരിലുള്ള വീടും സ്വത്തും സ്വന്തം പേരിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇത്തരത്തിൽ വളരെ സെൽഫിഷായി തുടങ്ങുന്ന ഒരു റിലേഷൻഷിപ്പ് പിന്നീട് എങ്ങനെ ഇവോൾവ് ആകുന്നു എന്നാണ് ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത്. ടിയർ ജർക്കർ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ളൊരു സിനിമയാണിത്. കണ്ണ് നിറയാതെ ഇത് കണ്ടു നിൽക്കാൻ വളരെ പാടാണ്. അടുത്ത സിനിമ, അതായത് ഈ ലിസ്റ്റിലെ അവസാന സിനിമ 2010 പുറത്തിറങ്ങിയ അങ്കിൾ ബോൺമേ ഹൂ ക്യാൻ റീകോൾ ഹിസ് പാസ്റ്റ് ലൈഫ്സ്. മരിക്കാൻ പോകുന്ന ഒരു ക്യാരക്ടറിൻ്റെ അവസാന ദിവസങ്ങളും അയാളെ സന്ദർശിക്കാൻ വരുന്ന അയാളുടെ ഭാര്യയുടെ ആത്മാവ്, അതുകൂടാതെ മറ്റ് ചില ക്യാരക്ടേഴ്സ് എന്നിവരെല്ലാം ചേർന്നൊരു സിനിമയാണിത്. ബുദ്ധിസ്റ്റ് ഫിലോസഫി, സ്പിരിച്വാലിറ്റി, റീഇൻകാർണേഷൻ ഇതെല്ലാം ചേർന്ന ഒരു തരം മെഡിറ്റേറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. ഇതൊരു പുതിയ ചാനലാണ്. ഇതുപോലുള്ള മൂവി റെക്കമെൻഡേഷൻസ് താല്പര്യമുള്ളവർ പ്ലീസ് സബ്സ്ക്രൈബ്.